രാഹുൽ, സത്യയുടെ ഫ്രണ്ട്. ഒന്ന് രണ്ട് വട്ടം കണ്ടിട്ടുണ്ട് സത്യയ്ക്കൊപ്പം. പിന്നെയൊന്ന് സത്യ ഈ ലോകത്തിലില്ലെന്ന് വിളിച്ചു പറഞ്ഞതും രാഹുലാണ്. പെട്ടെന്ന് രാഹുലിനെ മുന്നിൽ കണ്ടപ്പോൾ സോന ഞെട്ടിപ്പോയിരുന്നു. സോനയ്ക്കിനെ മനസ്സിലായോ? രാഹുൽ ചിരിയോട് ചോദിച്ചു. പിന്നെ അങ്ങനെ മറക്കാൻ പറ്റൂ? സോന ചോദിച്ചു. സത്യയെ മറക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? അവന്റെ മറുപടി അവളുടെ ഹൃദയത്തിൽ വേദന പടർത്തി. അത് കണ്ണുകളിൽ നീർത്തുള്ളിയായി തെളിഞ്ഞു. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞ സോന. തൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞു. അന്നത്തെ ഡോക്ടർ തന്നെയാണല്ലേ? സോനയെ ഒരുപാട് ഇഷ്ടമായിരുന്നു സത്യയ്ക്ക്. മരിക്കുന്ന അവസാന നിമിഷം പോലും അവൻ തിരക്കിയത് സോനയാണ്. അവൾക്ക് മരിച്ചു പോയാൽ മതിയെന്ന് തോന്നി. ഇനി തന്നെ കെട്ടാൻ വേണ്ടി ആ ഡോക്ടർ വല്ല കൊട്ടേഷന് കൊടുത്താണോ? സോന ഞെട്ടലോടെ അവനെ നോക്കി. അല്ല, പറയാൻ പറ്റില്ല. സോനയുടെ മുഖത്തൊരു സംശയം നിറയിച്ചപ്പോൾ ഗൂഢമായൊരു ചിരി രാഹുലിന്റെ ചുണ്ടിൽ വിരിഞ്ഞു. ഞാൻ പോട്ടെ സോന, തന്നെ കണ്ടപ്പോൾ നിർത്തിയെന്നേ ഉള്ളൂ. എനിവേ, ഹാപ്പി മാരീഡ് ലൈഫ്. അവൾ യാന്ത്രികമായി തലയാട്ടി വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ക്രിസ്റ്റി ചേട്ടായും സോഫി ചേച്ചിയും എത്തിയിരുന്നു. അവരോട് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുമ്പോഴും മനസ്സ് രാഹുൽ പറഞ്ഞ വാക്കുകളിൽ തന്നെ നിൽക്കുകയാണെന്ന് ഒരു നിമിഷം തോന്നി. മുറിയിലേക്ക് പോയി മുഖം കഴുകി തിരിച്ചു വന്ന് ആലോചിച്ചു. ജീവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. താൻ അങ്ങനെ സ്വന്തമാക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് തനിക്കുള്ളത്? തൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി, തൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച മനുഷ്യനാണ്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അവൾ മനസ്സിനെ തടഞ്ഞു. കർത്താവ് പറഞ്ഞ തീരുമാനത്തിലാണ് താനിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈശോ തന്നെ കൈവിടില്ല. അത്രമാത്രം മതി തനിക്ക്. അവൾ മനഃപൂർവ്വം ഓർമ്മകളെ അവഗണിച്ചു. മനസ്സമ്മതത്തിന് സേറയും സോഫിയും ബ്യൂട്ടീഷ്യനും എല്ലാവരും ചേർന്ന് സോനയെ ഒരുക്കുമ്പോഴും അവളുടെ മനസ്സിൽ പലവിധ ചിന്തകളായിരുന്നു. ജീവന്റെ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ കടമ്പയാണ് ഈ ദിവസം. ഒരുങ്ങി വന്ന തന്നെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ആനി കണ്ണു തുടച്ചപ്പോൾ സോനയുടെ മനസ്സ് നിറഞ്ഞു. അലങ്കരിച്ച വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. ഒരുങ്ങി വന്നപ്പോൾ ഒരു അപ്സരസിനെ പോലെ അവൾ സുന്ദരിയായിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് തന്നെയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടിരുന്നു അലങ്കരിച്ച വണ്ടിയിൽ വരുന്ന ജീവനെ. രണ്ടുപേരും കൈകൾ കൂട്ടിപ്പിടിച്ച് പള്ളിയിലേക്ക് കയറണമെന്ന ജീനയുടെ നിർബന്ധമായിരുന്നു. സോന അതിന് നിന്നു കൊടുത്തു. ജീവൻ കൈ പിടിച്ചപ്പോൾ സോന ഓർത്തു, താൻ പിടിക്കാൻ ആഗ്രഹിച്ച കരങ്ങൾ സത്യയുടെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ താൻ ചേർത്ത് പിടിക്കുന്നത് മറ്റൊരാളുടെ കൈകളാണ്. അവന്റെ ആത്മാവിന് പോലും ഈ കാഴ്ച ഹൃദയഭേദകമായിരിക്കും. പള്ളിക്കകത്തേക്ക് കയറി കുറച്ച് ആളുകൾ അവിടെയും ഇവിടെയുമായി പള്ളിക്കുള്ളിലുണ്ട്. പെട്ടെന്ന് തന്നെ ചടങ്ങ് തുടങ്ങി. ബൈബിൾ തൊട്ടുകൊണ്ട് അച്ഛനോട് സമ്മതം തിരക്കുകയാണ്. പക്ഷെ സോനയുടെ മനസ്സ് മറ്റെവിടെയോ ആണ്. മാളികയ്ക്കൽ സാമുവലിന്റെയും ആനിയുടെയും മകൾ സോന സാമുവലിനെ തിരുസഭയുടെ കൽപ്പന പ്രകാരം നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ ജീവൻ? സമ്മതം. ചിരിയോടെ ജീവൻ പറഞ്ഞു. കുരിശിങ്കൽ ജോൺസന്റെയും ലീനയുടെയും മകൻ ജീവൻ ജോണിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ തിരുസഭയുടെ കൽപ്പന പ്രകാരം നിനക്ക് സമ്മതമാണോ സോന? സോന ഒന്നും മിണ്ടിയില്ല. അവളുടെ മനസ്സിൽ സത്യയ്ക്ക് മുന്നിൽ തലകുഴിച്ചു നിൽക്കുന്ന അവളുടെ മുഖമായിരുന്നു. ചുറ്റും നിന്ന മുഖങ്ങളിലൊക്കെ ഒരു ആശങ്ക പടർന്നു. സോന, സോഫി വിളിച്ചു. അവള് പെട്ടെന്ന് ഞെട്ടി സോഫിയെ നോക്കി. അച്ഛൻ സമ്മതം ചോദിച്ചത് കേട്ടില്ലേ? എല്ലാവരും പ്രതീക്ഷയോടെ തന്നെ നോക്കുകയാണ്. തൻ്റെ കണ്ണുകൾ നേരെ പോയതോ അൾത്താരയിലേക്കാണ്. സമ്മതം. എന്തോ ഒരു ഉൾപ്രേരണയാൽ അത്രയും പറഞ്ഞപ്പോഴേക്കും അച്ഛൻ മോതിരങ്ങൾ പരസ്പരം കൈമാറാൻ പറയുമ്പോൾ സോന ജീവന് നേരെ യാന്ത്രികമായി കൈകൾ നീട്ടുകയായിരുന്നു. പക്ഷേ മുഖത്ത് അപ്പോഴും പുഞ്ചിരിയായിരുന്നു. ജീവന്റെ പേര് ആലേഖനം ചെയ്ത മോതിരം സോനയുടെ വലം കൈയിലെ മോതിരവിരലിൽ ചേർന്നപ്പോൾ അവൾക്കുമേലുള്ള ആദ്യാവകാശം അവൻ സ്ഥാപിച്ചു എന്ന് സോന ഓർത്തു. ചടങ്ങുകളെല്ലാം തീർന്നപ്പോൾ ഫോട്ടോഷൂട്ടും മറ്റുമായി വീണ്ടും കുറച്ചു സമയം പോയി. എല്ലാം സോനയ്ക്ക് അസഹ്യമായാണ് തോന്നിയത്. ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ ഓരോ പ്രാവശ്യം ഫോട്ടോഗ്രാഫർ പറയുമ്പോഴും ജീവന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോഴും മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്നതായാണ് അനുഭവപ്പെട്ടത്. ആരൊക്കെയോ പരിചയപ്പെടാൻ വരുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. താനൊന്നും കേൾക്കുന്നില്ല, അറിയുന്നില്ല. ജീവൻ ആരെയൊക്കെയോ പരിചയപ്പെടുത്തുന്നുണ്ട്. സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ ചെവിയിലേക്ക് കയറുന്നില്ല. ആരുടെയും മുഖം തൻ്റെ കണ്ണുകളിലേക്ക് നിറയുന്നില്ല. തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന, കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപം അവൻ്റെയാണ്. അവൻ്റേത് മാത്രം, സത്യയുടെ. എങ്ങനെയൊക്കെ ഫോട്ടോഷൂട്ടും മറ്റും കഴിഞ്ഞപ്പോൾ സ്റ്റേജിലേക്ക് കയറിയപ്പോഴാണ് ആഹാരം കഴിച്ചിട്ടില്ല എത്ര നിമിഷമെന്ന് സോന അറിഞ്ഞത്. വിളമ്പിക്കൊടുത്തത് ജീവൻ തന്നെയായിരുന്നു. വിളമ്പുന്ന ഇടയ്ക്ക് ആരും കേൾക്കാതെ സോനയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ജീവൻ ചോദിച്ചു, ഈ ആളും ബഹളവും ഒക്കെ തനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാകും. എന്തു ചെയ്യാനാ? ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് നിന്ന് കൊടുത്തല്ലേ പറ്റൂ. വല്ലതും കഴിക്കേ, നന്നായി കഴിക്കേ. എന്താണെങ്കിലും ആ നിമിഷം ആ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയായിരുന്നു. ഒരുപക്ഷെ ജീവനെ അപമാനിച്ചതുപോലെ തോന്നിയിട്ടുണ്ടോ എന്ന് പല പ്രാവശ്യം മനസ്സിൽ തോന്നിയിരുന്നു. ഇല്ല,
അയാൾ തന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരുപാട് ദുഃഖങ്ങൾക്കിടയിലും ആ സത്യം തന്നത് ഒരു വലിയ സന്തോഷം തന്നെയായിരുന്നു. എങ്ങനെയൊക്കെയോ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷമാണ് ശരിക്കും ശ്വാസം നേരെ വീണത് തന്നെ. മുറിയിലേക്ക് ചെന്ന വേഷങ്ങളെല്ലാം മാറിയതിനു ശേഷം കുളിക്കാൻ കയറി. തണുത്ത വെള്ളം ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ കുളിരണിയിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ തീപിടിച്ച ഓർമ്മകളായിരുന്നു. തിരിച്ച് കുളിച്ച ശേഷം ഇറങ്ങുമ്പോൾ അലമാരയുടെ ഡ്രോയർ തുറന്നു. അതിൽ നിന്നും കുറെ കാർഡുകൾ എടുത്തു. ബർത്ത്ഡേ കാർഡ്, ക്രിസ്മസ് കാർഡുകളും അങ്ങനെയെല്ലാം. സത്യയെല്ലാം തനിക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ്. അക്ഷരങ്ങളിലൂടെ പ്രണയിക്കാൻ പഠിപ്പിച്ച സത്യ തൻ്റെ ജീവിതമാണ്. അകലും തോറും വീണ്ടും വീണ്ടും താൻ തൻ്റെ പ്രണയത്തിലേക്ക് തന്നെയാണ് തിരികെ പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ സങ്കടം ഇരട്ടിക്കുക മാത്രമാണെന്ന് സോന അറിഞ്ഞു. അവൾ ഭദ്രമായി അവിടേക്ക് തന്നെ വെച്ചു. ശേഷം പുറത്തെ വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ക്രിസ്റ്റി ചേട്ടായി. എന്താ ചേട്ടായി? വരുത്തി വെച്ചൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. ഒന്നുമില്ല. മോൾക്കെന്തോ വിഷമം ഉള്ളതുപോലെ എനിക്ക് കുറേ ദിവസങ്ങളായി അനുഭവപ്പെടുന്നു. കാരണം എന്താണെന്നൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. നിന്റെ സമ്മതത്തോട് തന്നെയല്ലേ ഈ വിവാഹം നടക്കുന്നത്? നിനക്കെന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? തൻ്റെ ഇന്നത്തെ ഭാവവും മറ്റും കണ്ടുകൊണ്ടായിരിക്കും ചേട്ടായി അത് ചോദിച്ചതെന്ന് ഉറപ്പായിരുന്നു. വരുത്തി വെച്ചൊരു ചിരിയോടെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല ചേട്ടായി. വിഷമം പെട്ടെന്ന് മാറിയില്ലല്ലോ. എൻ്റെ സമ്മതത്തോട് തന്നെയാണ് അമ്മ വിവാഹം ഉറപ്പിച്ചത്. വിഷമം മാറണം സോന. മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം കൂടിയാണ്. എനിക്കെന്തോ രാവിലെ മുതലേ വല്ലാത്ത തലവേദനയായിരുന്നു. എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് അതുകൊണ്ടാണ്. ലൈറ്റും ഫോട്ടോഷൂട്ടും ഒക്കെ ആയപ്പോൾ അതുകൊണ്ട് വന്ന് മുറിയിൽ വന്നിരുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. താൻ പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്നും ചേട്ടായുടെ മുഖത്തു നിന്ന് വ്യക്തമായിരുന്നു. പക്ഷെ കൂടുതലൊന്നും ചോദിച്ചില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം ജീവന്റെ വീട്ടിലെ ലാൻഡ് ഫോണിൽ ഒരു ഫോൺ കോൾ വന്നിരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നത് ജോൺസൺ ആയിരുന്നു. മറുവശത്ത് നിന്നും അയാൾ കേട്ടിരുന്ന കാര്യങ്ങൾ അയാളെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. ആരാ ചായ? പുറകിൽ നിന്ന് ലീന ചോദിച്ചു. ഏതോ റോങ് നമ്പർ. അത്രമാത്രം മറുപടി പറഞ്ഞ് അയാൾ അകത്തേക്ക് നടന്നു. അയാൾ നേരെ പോയത് ജീവന്റെ മുറിയിലേക്കാണ്. മുറിയിൽ ചെല്ലുമ്പോൾ ജീവൻ ഏതോ ലാപ്ടോപ്പിൽ ചെയ്യുകയായിരുന്നു. മോനെ, ജോൺസൺ വിളിച്ചു. എന്തോ അപ്പ? ജീവൻ ചോദിച്ചു. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. നീ ആ മുറിയിൽ ലോക്ക് ചെയ്, ജോൺസൺ പറഞ്ഞു. അവൻ ലോക്ക് ചെയ്തു. ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്നിരുന്നു. ജീവനിൽ ഒരു ഭയമായിരുന്നു. ആ കുട്ടിയെക്കുറിച്ച് നമ്മളൊന്നുകൂടി അന്വേഷിക്കണമായിരുന്നു അല്ലേ മോനെ? ഏത് കുട്ടിയെക്കുറിച്ച്? സോനയെക്കുറിച്ച്. അയാൾ പറഞ്ഞപ്പോൾ ഏകദേശം ഫോൺ കോൾ എന്തായിരിക്കുമെന്ന് ജീവൻ ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്നിരുന്നു. ആ കുട്ടി ഒരാളുമായി പ്രണയത്തിലായിരുന്നുവെന്ന്. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന് ഫോണിൽ വിളിച്ചിരുന്ന ആൾ പറഞ്ഞത്. ഞാനത് കാര്യമായി എടുക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള കല്യാണ മുടക്കുകൾ എല്ലായിടത്തും ഉണ്ടല്ലോ. എങ്കിലും നിന്നോടൊന്ന് പറയണമെന്ന് തോന്നി. കാരണം നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ട് നിന്നോട് പറഞ്ഞില്ലെന്ന് എനിക്ക് തോന്നരുത്. അതുകൊണ്ട് മുൻകൂട്ടി ആ പെൺകുട്ടിയെ പറ്റി ഒന്ന് തിരക്കണമെന്ന് പറഞ്ഞത്. അറിഞ്ഞതെല്ലാം ശരിയാണപ്പാ. ജീവന്റെ മറുപടി ജോൺസനെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. അവൻ ഒരു വിധത്തിൽ സംഭവിച്ചതെല്ലാം ജോണിനോട് പറഞ്ഞു. ഞാനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവളെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നിവിടെ ആരോടും പറയാഞ്ഞത് മനഃപൂർവ്വമല്ല. വെറുതെയെങ്കിലും അവളുടെ മാനസിക നില തെറ്റിയെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അതൊരിക്കലും ഒരു ഭ്രാന്തൊന്നും ആയിരുന്നില്ല. ആ ഷോക്കിൽ സംഭവിച്ചൊരു പ്രശ്നം. അതിനപ്പുറം മറ്റൊന്നുമില്ല. തൽക്കാലം ഇക്കാര്യം അമ്മയോട് പറയണ്ട. ഒരുപക്ഷെ അമ്മച്ചിക്ക് ടെൻഷനാകും. ചിലപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് പോലും വയ്ക്കും. ജോൺസൺ കുറേ നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. നിനക്ക് നല്ലൊരു മനസ്സുണ്ട് മോനെ. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല നിനക്ക്. നിന്റെ ജീവിതമാണ്, നീ തിരഞ്ഞെടുക്കുന്നതാണ്. നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇടപെടില്ല. ഞാനായിട്ട് ആരോടും ഒന്നും പറയുന്നില്ല. പിന്നെ ഈ വിവാഹം നടക്കുന്നത് വരെ തൽക്കാലം ഫോൺ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആ കുട്ടിക്ക് ആരൊക്കെയോ ശത്രുക്കൾ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇല്ലെങ്കിൽ വിവാഹം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോൺ കോൾ നമുക്ക് വരില്ലല്ലോ. അതിനർത്ഥം നിങ്ങളുടെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഉണ്ട് എന്ന് തന്നെയാണ്. അത് ശരിയാണെന്ന് ജീവനും തോന്നി. 2-3 ദിവസം മനസ്സമ്മതത്തിന്റെ തിരക്കും മറ്റുമായതിനാൽ ലീവ് ആയതുകൊണ്ട് തന്നെ ജീവൻ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അന്ന് അവൻ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയപ്പോൾ സമയം ഒരുപാട് ലേറ്റ് ആയിരുന്നു. നീ ലേറ്റ് ആയോ? അവന് ജീവനെ കണ്ട് അഭയ് ചോദിച്ചു. കുറച്ച് ലേറ്റായി. നിനക്ക് നൈറ്റാണോ? ആടാ. എങ്കിൽ നീ താമസിക്കേണ്ട, വിട്ടോ. ജീവൻ ഇറങ്ങിയതും അഭയ് ഫോൺ എടുത്ത് കോളിംഗ് ഇട്ടു. അവൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. വണ്ടി നമ്പർ വാട്സപ്പിൽ കൊടുത്തു. ആൾത്തിരക്ക് കുറഞ്ഞൊരു റോഡിൽ വെച്ച് ജീവന്റെ വാഹനത്തെ ഒരു വാഹനം പിന്തുടരുന്നുണ്ടായിരുന്നു. ആളുകളില്ലാതെ റോഡായപ്പോഴേക്കും ആ സ്കോർപിയോ ജീവന്റെ വണ്ടിയുടെ മുൻപിൽ കയറിയിരുന്നു. അത് ജീവന്റെ വണ്ടിക്ക് കുറുകെ നിർത്തി. ഒരു നിമിഷം ജീവനൊന്ന് പകച്ചു. അതിൽ നിന്നും ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന കുറെ ആളുകൾ ഇറങ്ങിയിരുന്നു.
അവരുടെ കയ്യിൽ വടിവാള് കണ്ട ജീവൻ ഒന്ന് ഭയന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.